നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഗ്രേസ് ടി വി ചാനലിലൂടെ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ആശ്വാസവും അനുഗ്രഹവുമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ കുടുംബമായി, തലമുറയായി, ജോലിപരമായി, ആരോഗ്യപരമായി, ആത്മീയപരമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 27-28 വാക്യങ്ങളാണ്. വാക്യം ഇങ്ങനെയാണ്: നിന്റെ പേരെന്ത് എന്ന് അവൻ എന്നോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഭാഗം വായിച്ചപ്പോൾ തന്നെ ദൈവവചനവുമായി ബന്ധമുള്ള ബൈബിളൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഏത് ഭാഗത്തു നിന്നാണ് ഇന്ന് രാവിലെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. യാക്കോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലാബാൻ്റെ വീട്ടിൽ നിന്ന് യാക്കോബ് തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെയും അവർക്കുണ്ടായ മക്കളെയും കുറച്ച് ദാസിദാസന്മാരെയും കുറച്ച് ആടുകളെയും കൂട്ടി സഹോദര പട്ടണത്തിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ മധ്യേ അരങ്ങേറിയ സംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. യാവോക്കിൻ്റെ തീരത്ത് യാക്കോബ് എത്തി തനിക്കുള്ളതിനെയെല്ലാം, ഭാര്യമാരെയും മക്കളെയും ദാസിദാസന്മാരെയും മൃഗസമ്പത്തിനെ എല്ലാം യാക്കോബ് യാവോക്കിൻ്റെ അക്കരെ കടത്തിയിട്ട് യാക്കോബ് തന്നെ ശേഷിച്ചു എന്ന് നമ്മൾ കാണുന്നു. യാക്കോബ് തന്നെ ആ നദിക്ക് ഇക്കരെ ശേഷിച്ചു. എന്നിട്ട് 32-ാം അധ്യായത്തിൽ കാണുന്നത് യാക്കോബ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, വെളുക്കുന്നേരം വരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. നമ്മുടെ പ്രാർത്ഥന വെറും പ്രാർത്ഥനയാകരുത്, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്ന പ്രാർത്ഥനയാകണം, മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പേര് മാറ്റി ഇന്നത്തെ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഇന്ന് നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, അതിന് വ്യത്യാസം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇവിടെ യാക്കോബ് ആ രാത്രിയിൽ ദൂതനുമായി മല്ലുപിടിച്ചു. നേരം വെളുക്കുന്നിടം വരെ മല്ലുപിടിച്ചു. ഉഷസ്സാകുന്ന സമയമായപ്പോൾ ദൂതൻ പറഞ്ഞു, എന്നെ വിട്, നേരം വെളുക്കുന്നു, എനിക്ക് പോകണം, ഉഷസ്സാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യാക്കോബ് പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, വിടുകയില്ല. അങ്ങനെ യാക്കോബ് ദൂതനുമായി മല്ലു പിടിച്ചപ്പോൾ ദൂതൻ ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ പേരെന്താകും? യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്ന്. അടുത്ത ദൂതൻ്റെ മറുപടിയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ആ പ്രാർത്ഥനയിൽ തൻ്റെ പേര് ദൈവം മാറ്റുകയാണ്. അപ്പൻ്റെ വീട്ടിൽ അപ്പനെ കളിപ്പിച്ച് സഹോദരൻ്റെ അവകാശങ്ങളെയൊക്കെ പ്രാപിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ലാബാൻ്റെ വീട്ടിൽ ചെന്ന് ലാബാനെയും ഒരു അർത്ഥത്തിൽ കളിപ്പിച്ച് അവിടെ നിന്ന് തിരികെ യാക്കോബ് സഹോദര ഭവനത്തിലേക്ക്, പട്ടണത്തിലേക്ക് വരുന്ന വഴിയിൽ യാവോക്കിൻ്റെ തീരത്ത് വന്നപ്പോൾ ദൈവം പറയുക, ആ പേര് ഞാൻ അങ്ങ് മാറ്റും. അപ്പനെ കളിപ്പിച്ചൊരു പേരുണ്ട്, യാക്കോബിനെ കളിപ്പിച്ചൊരു പേരുണ്ട്. അപ്പോൾ യാക്കോബ് സമ്പാദിച്ച ഒരു പേരുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ അവരുടെ മക്കളാകാം,
ഭർത്താവാകാം, കുടുംബമാകാം. സ്വയം സമ്പാദിച്ച ചില പേരുകളുണ്ട്. പക്ഷേ ആ പേരുകളൊന്നും പുറത്തു പറയാൻ പറ്റാത്ത പേരുകളാണ്. മോശമായ പേരുകൾ, ചില ഇരട്ടപ്പേരുകൾ പോലെ. ചില കാര്യങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ നാട്ടുകാരിട്ട പേരുകളുണ്ട്. തല്ലിപ്പുളിയെ നടന്നപ്പോൾ, അനാവശ്യമായ ജീവൻ നയിച്ചപ്പോൾ കൂട്ടുകാരിട്ട പേരുണ്ട്. അപ്പൊ പേര് മോശമായ അനേകരെന്നെ ഇന്ന് പകൽ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകാം. പേര് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകാം. ദൈവമേ, ഈ പേര് ദോഷം ഒന്ന് മാറ്റിത്തരണം, ഈ എന്നെ ഇന്ന് കേൾക്കുന്ന ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തിനടുത്ത ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന ഒരു ഫാമിലി, ആ അമ്മ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് 2 മക്കളെയാണ് ദൈവം തന്നിരിക്കുന്നത്. മൂത്തതൊരു ആൺകൊച്ചനാണ്, ഇളയതൊരു പെങ്കൊച്ചാണ്. അവൾ കാനഡയിലാണ്. ഭർത്താവും മക്കളുമായിട്ട് സുഖമായി ജീവിക്കുന്നു. തരക്കേടില്ലാത്ത ജോലിയുണ്ട്, 2 പേർക്കും ഉണ്ട്. കൃപയാൽ ഒരു സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ വിഷയം അതല്ല. മൂത്ത മോന വല്ലാത്ത പേരാ നാട്ടിൽ. പേരുദോഷമേ ഉള്ളൂ. അവൻ്റെ പേര് കേൾക്കുമ്പോൾ പലരും തല കുലുക്കും. അവൻ്റെ പേര് കേൾക്കുമ്പോൾ പലരും കുനിഞ്ഞിരിക്കും, മൂക്കത്ത് വിരൽ വെക്കും. ആ സ്ഥിതി ആയി. കൂട്ടുകെട്ടാണ്, ദുർമാർഗിയാണ്, തന്നിഷ്ടക്കാരനാണ്, മുൻകോപിയാണ്. അതുകൊണ്ട് അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇന്ന് അവൻ്റെ കൂടെ ഇല്ല. എന്നേക്ക് 7 മാസം മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയി. മറ്റൊരു വീട്ടിൽ അവർ താമസിക്കുന്നു. ഇവന് കുറച്ചുകൂടെ സൗകര്യമായി. കൂട്ടുകാരുമായിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നാണ് വെള്ളമടി. കൂട്ടുകാരുമായിട്ട് വീട്ടിൽ വന്നാണ് ദുർമാർഗങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ എൻ്റെ മകൻ്റെ ഈ അവസ്ഥയ്ക്ക്, ഈ പേരുദോഷം ഒന്ന് മാറ്റാൻ പറ്റും? എൻ്റെ പൊന്നു ദേവദാസനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇതേപോലൊരു സന്തതിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോ ഞങ്ങളുടെ വീട്ടിലോ ഒന്നും ഇങ്ങനെ തലതിരിച്ച് നടക്കുന്ന ഒരുത്തൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. ഇവൻ എന്തു പറ്റിയെന്നറിയത്തില്ല. അത് നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളാണ്. ഞങ്ങളുടെ ഷുഗർ കൂടുന്നു, BP കൂടുന്നു, ആകെ ടെൻഷനാണ്. ആഹാരങ്ങൾ കഴിക്കാൻ തോന്നുന്നില്ല. ഒരാൺസന്തതിയേ ഉള്ളൂ. അവന് വല്ലാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യുമെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞാനന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇന്ന് രാവിലെ ഓർക്കുകയാണ്. അപ്പം ചില പേരുകൾ നല്ല പേരുകളാണ്, ചില പേരുകൾ പന്നപ്പേരുകളാണ്. ചിലർ നല്ല പേരിൽ അറിയപ്പെടും. ജനിക്കുമ്പോൾ മാതാപിതാക്കൾ ഇട്ട പേര് കുറച്ച് കഴിയുമ്പോൾ മാറിയിട്ട് മറ്റൊരു പേര്, ഒരു സെക്കൻഡ് നെയിമായിട്ട് അറിയപ്പെടും. ചിലപ്പോൾ ആ പേര് വന്ന് ചിലപ്പോൾ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. ആത്മീയ മണ്ഡലങ്ങളിലും സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ വളർച്ച പ്രാപിച്ച ആളുകളുണ്ട്. എന്നാൽ ചിലരുടെ പേരുകൾ കേൾക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തല കുനിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. ചിലരുടെ പേര് കേൾക്കുമ്പോൾ തല കുലുക്കും ആൾക്കാർ. ചിലരുടെ പേര് കേൾക്കുമ്പോഴേ പറയാം, അവനെ ഇങ്ങോട്ട് വിടണ്ട, അവനെ ഇങ്ങോട്ട് അയക്കണ്ട, അവനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. ഇങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, കളിപ്പിച്ച് നടന്ന യാക്കോബിന്റെ പേര് ദൈവം മാറ്റിയിട്ട് സ്വന്തം ജന്മം കൊടുത്ത അപ്പനെ പോലും കളിപ്പിച്ച് കയ്യിൽ രോമമുള്ള ആടുകളുടെ തോല് കൊണ്ട് കെട്ടിയിട്ട് ചേട്ടനാണെന്നും പറഞ്ഞ്, ചേട്ടൻ്റെ കയ്യെ രോമം കൂടുതലായിരുന്നു. അപ്പം അപ്പൻ തപ്പി നോക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അപ്പന് തപ്പി നോക്കുമ്പോൾ രോമം കൂടുതലുള്ളവൻ ചേട്ടനാണെന്നും രോമം ഇല്ലാത്തവൻ, കയ്യിൽ രോമം ഇല്ലാത്തവൻ അന്യനാണെന്നുമാണ് അപ്പൻ അന്ന് ചിന്തിച്ചിരുന്നത്. അപ്പം അപ്പനെ കളിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കയ്യിൽ ആടിൻ്റെ രോമം വെച്ച് കെട്ടി, അപ്പൻ്റെ തോല് വെച്ച് കെട്ടി അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പൻ തപ്പി നോക്കിയപ്പോൾ രോമമുള്ളവൻ ചേട്ടനാണ്, ഏശാവാണെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. ജ്യേഷ്ഠാവകാശം തട്ടിക്കൊണ്ട് പോയി. പിന്നെ അവിടെ നിൽക്കാതെ അമ്മാച്ചൻ്റെ വീട്ടിൽ വന്ന് 2 പെൺമക്കളെ
കൈവശമാക്കി, അവൻ്റെ ആടുമാടുകളെ കൈവശമാക്കി, അവസാനം ലാബാന്റെ മുഖം കൂടെ കറുത്തു എന്നവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ലാബാന്റെ അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴിയിൽ ദൈവം ഒരുവനെ കണ്ടപ്പോൾ അവനെ അങ്ങനെ ദൈവം വിട്ടുകളയത്തില്ല. പാതവിടത്തിൽ മുട്ടുമടക്കിയ, ദൈവസന്നിധി മുട്ടുമടക്കിയ യാക്കോബിൻ്റെ പേര് ദൈവം മാറ്റി. ഉപായമുള്ള പേര്, ചതിയുള്ള പേര്, കള്ളമുള്ള പേര് മാറ്റിയിട്ട് യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയുകയാണ്, നിന്റെ പേരിനി ഇസ്രായേൽ എന്നറിയപ്പെടും. കണ്ടോ, ദൈവം ഒരുവന്റെ വഴിയിൽ പ്രസാദിച്ചാൽ അവൻ്റെ പേര് ദൈവം മാറ്റും. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ഭർത്താവിനെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ഭാര്യയെ ഓർത്ത് ഭാരപ്പെടുന്നവരൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ പേര് മാറാൻ പോവുക, നിന്റെ കുടുംബത്തിൻ്റെ പേര് മാറാൻ പോവുക, നിന്റെ ഭർത്താവിൻ്റെ പേര് മാറാൻ പോവുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. യാക്കോബിനെ എങ്ങനെ ദൈവം അനുഗ്രഹിച്ചോ അതേപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. ഇവിടെ ഈ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യാക്കോബിന് ഭയമുണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സഹകരിക്കുന്നതെന്ന് ഭയമുണ്ടായിരുന്നു. കൊന്നുകളയുമെന്ന് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 33-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഏശാവ് യാക്കോബിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു എന്നും ചുംബനം കൊടുത്തെന്നും അംഗീകരിച്ചെന്നും വായിക്കുന്നു. എന്താ കാര്യം? പഴയ പേരുമായിട്ടല്ല അവനവിടെ ചെന്നത്, ഇസ്രായേലായിട്ടാണ് അവനവിടെ ചെല്ലുന്നത്. ഇന്ന് രാവിലെ ചില പഴയ പേരുകൾ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുക. നിങ്ങളുടെ സ്റ്റേജ് മാറാൻ പോവുക, നിങ്ങളുടെ വിളിപ്പേര് മാറാൻ പോവുക. നിങ്ങളെ നിന്ദിച്ചവരുടെ വാക്കുകൾ ഇനിയും കേൾക്കുകയില്ല, പരിഹസിച്ചവർ ഇനിയും ഉണ്ടാകുകയില്ല. അവരുടെയൊക്കെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക, ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുക. എനിക്കറിയാം, രാവിലെയും വൈകിട്ടും മദ്യപിക്കുന്ന ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, പാപ്പച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ. ഞങ്ങളുടെ നാട്ടിലാണ്. അച്ഛൻ രാവിലെയും മദ്യപിക്കും, വൈകിട്ടും മദ്യപിക്കും. പക്ഷെ ഒരിക്കൽ യേശുവിൻ്റെ സ്നേഹം താൻ തിരിച്ചറിഞ്ഞപ്പോൾ, ഈ പുസ്തകം എടുത്തപ്പോൾ പുള്ളി രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റം വലുതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു, അദ്ദേഹത്തിന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഒരു കുടിയനായി അവസാനം മദ്യപിക്കുവാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ വീടിന്റെ കട്ടളയുടെ കാലഴിച്ചുകൊണ്ട് പോയി വിറ്റ് കുടിച്ച മനുഷ്യനാണ്. വീടിന്റെ ഓട് പറക്കി വിറ്റ് വെള്ളമടിച്ച മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹത്തിന് 2 മക്കളും ഗൾഫിലാണ്. അദ്ദേഹത്തിന് 2 മക്കളും അനുഗ്രഹിക്കപ്പെട്ട ജോലി ചെയ്യുന്നു. അദ്ദേഹം മാനിക്കപ്പെട്ടു. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ആ വീട് കണ്ടപ്പോൾ അതിശയം തോന്നി. ഒരു മനുഷ്യനെ ദൈവം ഇങ്ങനെ മാനിച്ചാൽ ഇങ്ങനെയും മാനിക്കുമോ? ഒരു മനുഷ്യന്റെ പേര് ദൈവം മാറ്റിയാൽ, കുടിയൻ പാപ്പച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് മാറ്റിയിട്ട് ഉപദേശി പാപ്പച്ചൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ദൈവം ഒരുവന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവന്റെ ആഗമനത്തെയും ഗമനത്തെ സ്ഥിരമാക്കുമെന്ന് വേദപുസ്തകത്തിലുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ വഴിയിൽ പ്രസാദം തോന്നിയാൽ നിങ്ങളുടെ പേര് മാറും, നിങ്ങളുടെ ഇന്നത്തെ ഈ സ്ഥിതി മാറും. ഇന്നത്തെ നിങ്ങളുടെ പേര് മാറിയിട്ട് സ്ഥിതിക്ക് മാറ്റം വരുത്തി അനുഗ്രഹിക്കും എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവുമില്ല. യാക്കോബിനെ എങ്ങനെ പേര് മാറ്റി അനുഗ്രഹിച്ചോ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മ പറയുക, മറ്റാരോടും അല്ല, നിന്നോടാണോ ദൈവാത്മ പറയുന്നത്. ഇന്നത്തെ ഈ സ്ഥിതി ദൈവം മാറ്റാൻ പോവാം. ഇന്നത്തെ ഈ ഞെരുക്കം ദൈവം മാറ്റാൻ പോവാം. ഇന്നത്തെ ഈ കണ്ണുനീര് ദൈവം മാറ്റാൻ പോവുക. ഇന്നത്തെ ഈ ആക്ഷേപം ദൈവം മാറ്റാൻ പോവുക. നിന്ന ദൈവം മാറ്റാൻ പോവുക. നിങ്ങളുടെ പേര് ദൈവം മാറ്റും. നിങ്ങളെ ഇനി കാണുന്നവർ തലകുലുക്കില്ല, അതിശയം തോന്നും, താടിക്ക് കൈവയ്ക്കും, അതിശയിക്കും. ഇതെങ്ങനെ കിട്ടി, ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് നിങ്ങൾ പറയണം, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് നിങ്ങൾ പറയണം. 2024 നിങ്ങളത് പറയാൻ പോവാ, നിങ്ങളുടെ തലമുറ പറയാൻ പോവാ. ഞങ്ങൾക്കിത് ആശ്ചര്യമാണ്, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഞങ്ങൾ ദൈവത്തെ സേവിച്ചത് കൊണ്ട്
ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് ഞങ്ങളുടെ പേര് ദൈവം മാറ്റി. ഈ കാലഘട്ടത്തിൽ ഏഷ്യയുടെ അപ്പോസ്തലൻ അറിയപ്പെടുന്ന ആശാരി ഉപദേശി, അദ്ദേഹം ഒരു ആശാരിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ആശാരി ഉപദേശി എന്ന് പറയുന്നത്. ചിന്തേരുമായി തടിയുടെ പുറത്തിരുന്ന് ചിന്തേരിട്ട് ഉളി കൊണ്ട് അതിനെ മുറിച്ച് കട്ടിലും മേശയും അലമാരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ പിന്നത്തത് കർത്താവിൻ്റെ സ്നേഹം താൻ രുചിച്ചറിഞ്ഞപ്പോൾ, താൻ സുവിശേഷനായപ്പോൾ, താൻ പോകാത്ത രാജ്യങ്ങളില്ല, താൻ പോകാത്ത ഇടങ്ങളില്ല. അതാണ് പേര് മാറ്റി അനുഗ്രഹിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ പദ്ധതി ഒരുവനിൽ പ്രസാദിക്കാൻ തുടങ്ങിയാൽ അതിനെ അളക്കുവാൻ ആർക്കും കഴിയില്ല, അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവാ, നിങ്ങളുടെ അവസ്ഥ മാറാൻ പോവാ. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ ഈ സ്ഥിതിയും കണ്ടിട്ട് നിങ്ങളെ വിളിക്കുന്നൊരു വിളിപ്പേരുണ്ട് അല്ലേ? നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളോട് ഇടപെടുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ ഈ പേര് ദോഷമെല്ലാം മാറും, ഈ പേരെല്ലാം മാറും. നിങ്ങൾ മറ്റൊരു പേരായി മാറും, മറ്റൊരു നിലയിലേക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് യാക്കോബിനോട് പറയുകയാണ് 28-ാമത്തെ വാക്യത്തിൽ, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന പട്ടണം ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണ്, രാജ്യം അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്. ഇസ്രായേലിനെ അനേകർ ഭയക്കുന്നുണ്ട്, കൊച്ചു രാജ്യമാണ്. പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു തലയെടുപ്പാണ്. ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ ആ പട്ടണത്തിൽ, ആ രാജ്യത്ത് അവൻ നിമിത്തം അറിയപ്പെടും, ആ രാജ്യം കൂടെ അറിയപ്പെടും. നിങ്ങൾ ചെന്ന് കാലുകുത്തുന്ന സ്ഥലം അനേകർ അറിയപ്പെടും, അനേക സ്ഥലങ്ങളിൽ അത് വെളിപ്പെടും. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം, ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഭവനം, നിങ്ങൾ പാർക്കുന്ന ദേശം, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ സ്റ്റേറ്റ് എല്ലാം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ സ്ഥിതി മാറ്റുന്ന ദൈവമുണ്ട്. ഈ അവസ്ഥ മാറും, ഈ കണ്ണുനീര് മാറും, ഈ പെരുദോഷം മാറും, ഈ നിന്ന കർത്താവ് നീക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ലളിതമായ ഒരു ദൈവിക ദൂതിനായി സ്തോത്രം. ഞങ്ങളോട് വ്യക്തമായി അങ്ങ് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ട ചിലരുടെ പേരുകൾ ദൈവം മാറ്റട്ടെ, സ്ഥിതികൾ ദൈവം മാറ്റട്ടെ. ചതിയനായ യാക്കോബിൻ്റെ പേര് മാറ്റി അവനെ പുതിയൊരു മനുഷ്യനാക്കി, ഇസ്രായേലാക്കി മാറ്റിയതുപോലെ, പിന്നത്തതിൽ അവൻ്റെ കുടുംബത്തെ, കുലത്തെ മുഴുവനും ദൈവം അനുഗ്രഹിച്ചതുപോലെ, ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ, വിശാലതയുണ്ടാകട്ടെ, പട്ടണത്തിൽ മാനിക്കപ്പെടട്ടെ, അനുഗ്രഹത്തിൻ്റെ വലിയ പെരുമഴ പെയ്യട്ടെ, ആത്മാവിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട്. ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം. കെട്ടുകളെയും പോരുകളെയും ബന്ധനങ്ങളെയും കർത്താവ് അഴിച്ചു നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി, പേര് മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് രാവിലെയും നിങ്ങളെ അനുഗ്രഹിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നാളെ മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് TV, കീഴ്വായ്പൂർ PO, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള 689587. ഫോൺ നമ്പർ 7559608791.
സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.